കുട്ടിക്കലവറയിലേക്ക് ഏവർക്കും സ്വാഗതം. കുട്ടിക്കലവറയിൽ ഒരേ തരക്കാർ എന്ന് നമുക്ക് വിശേഷിപ്പിക്കാവുന്ന 3 പേരാണ് നമ്മുടെ ജിയോ, അരുന്ധതി, അതുപോലെ തന്നെ അവരുടെ മെന്ററായ ചാരുത. കുട്ടിക്കലവറയുടെ ഒഴിവ് സമയങ്ങളിൽ ഇവർ ലുലുമോളിലൊന്ന് പോയി. അവിടെ പർച്ചേസും അതുപോലെ തന്നെ ഫുഡടിയുമായിട്ട് ഒരുപാട് സമയം അവർ സ്പെൻഡ് ചെയ്തു. നമുക്ക് ആ കാഴ്ചയൊക്കെ ഒന്ന് കണ്ട് തിരിച്ചു വരാം. ചാരുവിന്റെ പ്രശ്നങ്ങൾ ലുലുവിലെത്തിയിട്ടും അവസാനിക്കുന്നില്ലേ? പ്ലേ സ്റ്റേഷൻ വേണോ അതോ ഫാഷൻ സ്റ്റോർ മതിയോ എന്ന ജിയോയുടെയും അരുന്ധതിയുടെയും വഴക്ക് ഒരു വിധത്തിൽ ഒതുക്കി ഫാഷൻ സ്റ്റോറിൽ കയറി ഒരു ഗംഭീര ഷോപ്പിംഗ് ആരംഭിച്ചിരിക്കുകയാണ് ചാരുവും കൂട്ടുകാരും. അരുന്ധതിക്ക് സെലക്ട് ചെയ്തേ, നിനക്ക് ഇഷ്ടപ്പെട്ടത് നമ്മൾ ഇത്രയും എടുത്തു. ഇത് കൊള്ളാമോ ജിയോ? ഇത് കണ്ടോ? ജിയോ എന്താ ഷർട്ട് വേണോ ടീ-ഷർട്ട് വേണോ? ഷർട്ടും പാൻറ്റും. ഇപ്പൊ അങ്ങോട്ട് വാ, വെച്ച് നോക്കട്ടെ. ഇതെടുക്കാൻ ജിയോയ്ക്കല്ലേ ഒരു ഷർട്ടും കൂടി മേടിച്ചോക്കാം. ഞാൻ ഇത്രയും മേടിച്ചില്ലേ. ഓക്കെ, എന്നാ ഒരു ഷർട്ട് അരുന്ധതി സെലക്ട് ചെയ്തോ. ചാരു ഒന്നെടുത്താൽ അരുന്ധതിയും ജിയോയും രണ്ടെടുക്കും. ഷോപ്പിംഗ് ഇങ്ങനെ മുന്നോട്ട് പോയാൽ ഇവർ ഫാഷൻ സ്റ്റോർ തന്നെ കാലിയാക്കും എന്ന് തോന്നിയപ്പോ ചാരു ബുദ്ധിപൂർവം ഷോപ്പിംഗ് അങ്ങോട്ട് മതിയാക്കി. ഇനി ബാക്കി അടുത്ത ദിവസം. ഇത് അത് ചെറുതാ. ഓക്കെ, ആയിക്കോട്ടെ. നമുക്കപ്പൊ ഇത് ബില്ല് ചെയ്തിട്ട് നമുക്ക് ഗെയിംസ് കളിക്കാൻ പോവാം. കുട്ടിക്കലവറയിൽ ഇപ്പോ ഔട്ടിങ്ങിന്റെ സമയമാണ് എന്ന് തോന്നുന്നു. വീണ് കിട്ടിയ ഇടവേളയിൽ തന്റെ കുട്ടികളുമായി ഒരു കറക്കത്തിനെത്തിയിരിക്കുകയാണ് ചാരു. കുറച്ചൊന്ന് കറങ്ങിയപ്പോഴേക്കും വിശപ്പിന്റെ വിളി 3 പേർക്കും കിട്ടി. എന്നാ ഇനി ഭക്ഷണം കഴിഞ്ഞിട്ട് മതി ബാക്കിയെല്ലാം. ദേ വന്നു ദാ പോയി എന്ന് പറയുന്നത് പോലെ ചിക്കൻ വന്നതും തീർന്നതും ഒരുമിച്ചായിരുന്നു. ചിക്കൻ അകത്തെത്തിയതോടെ ജിയോ തനി നിറം പുറത്തെടുത്തു. ചാരുവുമായി ചെറിയൊരു സംഘടനം. അതിങ്ങനെ തുടങ്ങി വന്നപ്പോഴേക്കും ഭാഗ്യത്തിന് അരുന്ധതി ചാരുവിന്റെ രക്ഷക്കെത്തി. എന്തിനാ അവിടെ ചെന്ന് എനിക്ക് കാര്യം പറയാം. ഇനി ഒരു ചിത്രരചനയാണ്. മൊണാലിസയ്ക്ക് പോസ് ചെയ്യുന്ന പോലെ ചാരു നന്നായിട്ടൊരു പോസ് അങ്ങോട്ട് കൊടുത്തു. കഴിഞ്ഞോ? ഇല്ല. ഷോ കുറെ നേരം ഇരിക്കുന്നു. അത്രയും നോക്കിയാൽ അത്രയും വരച്ചാൽ മതി. അത്രയും വരച്ചാൽ മതി. നോക്കട്ടെ എന്താ വരയ്ക്കാൻ നോക്കട്ടെ. കുഞ്ഞി കുറുമ്പന്മാർ വരച്ച തന്റെ ചിത്രം കാണാൻ ഓടിയെത്തിയ ചാരു ഞെട്ടിപ്പോയി. ഇതെന്താ ചക്കയ്ക്ക് കണ്ണുമൂക്ക് വെച്ചതോ? നിങ്ങള് പടം വരക്കണൊക്കെ കൊള്ളാം, പക്ഷെ ഇങ്ങനെ കളിയാക്കണ്ട കേട്ടോ. ഇതെന്തായാലും ശരിയായില്ല, ശരിയാവില്ല. കുട്ടികളുടെ ഈ തമാശ ചാരുവിന് അത്രയ്ക്ക് അങ്ങോട്ട് സുഖിച്ചില്ല. ചാരു പിണങ്ങിയോ? അതെ, ചാരു പിണങ്ങി. സോറി ചേച്ചി എന്ന് പറഞ്ഞുകൊണ്ട് ജിയോയും അരുന്ധതിയും കൂടെ കൂടിയപ്പോ ചാരുവിന്റെ പരിഭവം അലിഞ്ഞില്ലാതായി. അവസാനം ചാരു ഒരു ചിത്രം വരയ്ക്കാൻ തുടങ്ങി. പടം വരയ്ക്കണ്ട എങ്ങനെയാണെന്ന് വെച്ചാൽ ഞാൻ പഠിപ്പിച്ചുതരാം. എന്താ ആ ചിത്രമെന്നല്ലേ? ഒരു കുടുംബ ചിത്രം.
കൊള്ളാവോ? ഇതാരാ? ഞാൻ ഇതാരാ? ചാരു ഇതാരാ? ജിയോ നമ്മൾ എവിടെയാ ഉള്ളത്? കുട്ടിക്കലവറയിൽ. ഇതൊക്കെയാണ് കുട്ടിക്കലവറയിലെ വിശേഷങ്ങൾ. അപ്പൊ സ്റ്റേ ട്യൂൺ ടു കുട്ടിക്കലവറ. ജിയോയുടെയും അരുന്ധതിയുടെയും എല്ലാ കുസൃതിക്കും നമ്മുടെ ചാരുത കൂട്ടു നിൽക്കാറുണ്ട്. എന്നാൽ ഒരു ദിവസം കുസൃതി കൂടി കളി കാര്യമായി. നമുക്കതൊന്ന് കാണണ്ടേ? പുറത്ത് ഇറങ്ങിയപ്പോൾ ഒരു ആശ്വാസം കിട്ടിയത്. നിന്റെ പൈസ ഉണ്ടോ? ആ ഒത്തിരി ഉണ്ട്. നിനക്ക് എന്ത് പറഞ്ഞാലും ഞാൻ മേടിച്ചു തരാം. മേടിച്ചോ? എങ്കിൽ നമ്മൾ ഇന്ന് മുതൽ ഫ്രണ്ട്സ്. കുട്ടിക്കലവറയിലെ എടാപ്പോട ജോഡിയായ അരുന്ധതിയും ജിയോയും ചാരുവിന്റെ കണ്ണുവെട്ടിച്ച് ഒരു ബേക്കറി വിസിറ്റ് നടത്തുകയാണ്. എനിക്ക് ഐസ്ക്രീം വേണം. ആദ്യം കേക്ക് കഴിച്ചിട്ട് ലാസ്റ്റ് ഐസ്ക്രീം വേണം. ആ നമുക്ക് എങ്കിൽ അങ്ങനെ ചെയ്യാം. ഇതെന്ത് നല്ല കേക്ക്സാ. എന്റെ കയ്യിൽ കാശുണ്ട്, നീ വാ നമുക്ക് ഫുഡ് അടിക്കാമെന്ന് പറഞ്ഞാണ് ജിയോ അരുന്ധതിയെയും കൂട്ടി ബേക്കറിയിലെത്തിയത്. എനിക്ക് കേക്ക് ഉണ്ടാക്കാൻ അറിയാലോ. കേക്ക് ഉണ്ടാക്കാനൊന്നും അറിഞ്ഞൂടാ. ഞാൻ ഏകദേശം ചോദിച്ചാൽ അറിയത്തില്ല. ചേട്ടാ നിങ്ങൾക്കൊരു വൈറ്റ് ഫോറസ്റ്റ്, എനിക്ക് വൈറ്റ് ഫോറസ്റ്റ്, ഇവർക്ക് ബ്ലാക്ക് ഫോറസ്റ്റ്. ഫ്രൂട്ട് സലാഡ് ഉണ്ടാക്കിയ ഐസ്ക്രീം ഒന്നും നിനക്ക് ഇഷ്ടമല്ല? അത് ഇഷ്ടാ. എന്നിട്ട് അവിടെ കിടന്ന് കഴിക്കുന്ന കാണായിരുന്നു. എന്തുവായിരുന്നു? എനിക്ക് ഐസ്ക്രീം ഇഷ്ടമാണ്. ഐസ്ക്രീം ഭയങ്കര ഇഷ്ടമാണ്. ഇപ്പൊ എനിക്ക് ചുമയാ. കേക്ക് ഒന്നും എത്തിയല്ലോ. ഫസ്റ്റ് ആണ്. താങ്ക് യു. താങ്ക് യു. ടേസ്റ്റ് നോക്കി. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ചാരു ചേച്ചി, ബീന ആന്റി, രൂപശ്രീ. ബട്ടർസ്കോച്ച്. ബട്ടർസ്കോച്ച് ചോക്ലേറ്റും ബട്ടർസ്കോച്ച്. ഞാനൊന്നും എടുത്തിട്ടില്ല. എൻ്റെ പൈസയും ഇല്ല. ജിയോയുടെ പൈസ ഇല്ലെങ്കിൽ നമ്മളിവിടെ നിൽക്കേണ്ടി വരും. നിനക്കെന്താ കഴിക്കാൻ വേണ്ടേ? എനിക്കെന്താ കഴിക്കാൻ വേണ്ടേ ഫുഡ്? ഗീ റോസ്റ്റ്. സാൻഡ്വിച്ച്, ഗീ റോസ്റ്റ്. കയ്യിൽ കാശില്ലെങ്കിലും ഓർഡർ ചെയ്യുന്നതിൽ യാതൊരു പിശുക്കും രണ്ടാളും കാണിച്ചില്ല. ഒരു കേക്കിൽ ഒതുങ്ങുന്നതല്ലല്ലോ ജിയോയുടെയും അരുന്ധതിയുടെയും ഭക്ഷണത്തോടുള്ള പ്രേമം. കേക്ക് കഴിച്ചു, ഐസ്ക്രീം കഴിച്ചു, ഇപ്പോൾ ഇതാ ഗീ റോസ്റ്റിലാണ് രണ്ടുപേരുടെയും ശ്രദ്ധ. ഞാൻ പോയി കൈ കഴുകാൻ പോവാ. വെള്ളം കുടിച്ചു തീർത്തല്ലേ? ആ ബില്ല് എത്രയാണ്? വയറു നിറഞ്ഞപ്പോഴാണ് ഓർഡർ ചെയ്യാത്ത ഒരു ഐറ്റം ടേബിളിലെത്തിയത്. ഞാൻ നിനക്ക് തന്നേ. എനിക്കുള്ളതാ. ആണ്ടി ചാരു ചേച്ചി. ചാരു ചേച്ചി. അയ്യോ, നിങ്ങൾ എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ. ഈ മോന്റെ പേരെന്താ? ജിയോ. മോനിലെയോ? അരുന്ധതി. ജിയോ എന്നാണോ പേര്? അരുന്ധതി. നിങ്ങൾ എവിടെയോ കണ്ടിട്ടില്ലല്ലോ. ഷോയ്ക്ക് നിങ്ങൾ എന്നെ അവിടെ ഹോട്ടലിൽ തനിച്ചാക്കി രണ്ടുപേരും കൂടെ വന്ന് കഴിച്ചില്ലേ? അപ്പൊ ഞാൻ ഇനി ഒറ്റയ്ക്ക് കഴിക്കാം. എന്തായാലും നിങ്ങൾ ട്രീറ്റ് ചെയ്യാത്തോണ്ട് ഞാൻ പിണക്കാം. ഇനി ഞാൻ ചാരു ചേച്ചിക്ക് ഒരു വലിയ ട്രീറ്റ് വെച്ചിട്ടുണ്ട്. ശരിക്കും ഇതാണ് എന്റെ ട്രീറ്റ്. കൊള്ളാം. കണ്ടോ, വെറുതെ അതുവഴി പോയ ഞാനാ. വല്ല ആവശ്യം ഉണ്ടായിരുന്നു ഇങ്ങോട്ട് കയറി പണി വാങ്ങേണ്ടത്? ആക്ച്വലി ഞാനൊന്നും കഴിക്കാൻ വന്നതല്ല. നിങ്ങളിവിടെ ഉണ്ടെന്ന് അറിഞ്ഞിട്ട് തന്നെ വന്നതാ. എങ്ങനെ
അതൊക്കെ ചേച്ചിക്ക് ഒരു 6th സെൻസ് ഉണ്ട്. നിങ്ങൾ എന്ത് ചെയ്യും സെവൻത് സെൻസിന്റെ ഇല്ലടാ, 6th വരെ ആയിട്ടുള്ളൂ. 7th പിന്നെ ആവുള്ളൂ. ഇതെന്തോ നിങ്ങളെ പറഞ്ഞ രണ്ടുപേരും കൂടെ എനിക്ക് മെന്ററിന് കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്തായാലും 7th 8th 9th ഒക്കെ വന്നോളും. അപ്പൊ നമുക്കിനി എന്തായാലും പോവാം. അപ്പൊ ബൈ പറഞ്ഞേ. കലവറയിൽ നമ്മുടെ കൂട്ടുകാർ എന്തോ കാര്യമായിട്ട് പാചകം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് എന്താണെന്ന് നോക്കിയിട്ട് വരാം അല്ലേ. പിന്നിലെ താരകം താഴെ വന്നെന്നോ അന്നു നീ വന്ന നാൾ വീടുണർന്നെന്നോ പുഞ്ചിരി നിറഞ്ഞ ചുണ്ടുമായി കണ്ണിലുണരും കുറുമ്പുമായി ആടാൻ പാടാൻ കൊഞ്ചി നീ കൂട്ടുവാ കൂടെ വന്നീ കാത്തും ചൂളം മൂളിയോ നീ പാടി വന്നീ തീരം പൂക്കൾ മൂടിയോ പുഞ്ചിരി നിറഞ്ഞ ചുണ്ടുമായി കണ്ണിലുണരും കുറുമ്പുമായി ആടാൻ പാടാൻ കൊഞ്ചി നീ കൂട്ടുവാ. ഇന്ന് ഞങ്ങൾ ഉണ്ടാക്കാൻ പോകുന്നത് ബനാന സ്പ്ലിറ്റ് ആണ്. അതുകൊണ്ട് നല്ല പേടിയുണ്ട് ഇത്തവണത്തെ ബനാന സ്പ്ലിറ്റ് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന്. കണ്ടോ, നിങ്ങൾ തന്നെ കണ്ടോ, അതിൻ്റെ പേര് പോലും നായകൻ വാങ്ങുന്നില്ല, പിന്നെ എങ്ങനെ? ബനാന സ്പ്ലിറ്റ്. ഇതുണ്ട്, കാഷ്യൂ ഉണ്ട്, ബദാം ഉണ്ട്, ബനാന ഉണ്ട്, സ്പ്ലിറ്റ് ഉണ്ട്. ബനാന സ്പ്ലിറ്റ്സ് അല്ല, ബനാന സ്പ്ലിറ്റ്. ബനാന സ്പ്ലിറ്റ്. നമ്മുടെ ഇത്തിരി കുഞ്ഞുമാരുടെ നാവിലൊതുങ്ങാത്ത ഈ ബിരുദൻ ഡിഷ് അവരുടെ കയ്യിലൊതുങ്ങോ? എനിക്ക് മുറിക്കാൻ തന്നില്ലല്ലോ. അടുത്ത വർഷം മുറിക്കാൻ തരാം. ചേട്ടാ കൈ മുറിച്ചല്ലോ. ഈ ഉണ്ടാക്കുന്ന സാധനത്തിന്റെ പേരെന്താണ് ചേട്ടനറിയോ? സ്പ്ലിറ്റ്, ബനാന സ്പ്ലിറ്റ്. എന്താ ബാഹുബലി കാണിച്ചു വെച്ചിരിക്കുന്നത്? 2 പീസ് നടുവേ ആക്കാനുള്ള ഇനി സൈഡിൽ കൂടി ചെയ്ത് വെക്കാൻ പറഞ്ഞു. ഇത് വേറൊരു തരം ബനാന സ്പ്ലിറ്റാ, ഞാൻ ഉണ്ടാക്കി കാണിച്ചു തരാം. അയ്യ, നീ എന്ത് വെട്ടല്ലേ വെട്ട്? എടാ, ഇത് എന്താ ഇത്? വളന്നൊക്കെ പോയി ഞാൻ തന്നെ ചോദിക്കുന്നത്. ജിയോ, ഈ വേസ്റ്റ് ഒക്കെ എന്തിനാ ഇവിടെ വെച്ചേക്കുന്ന? എവിടെ വെക്കും ജിയോ തന്നെ കണ്ടുപിടിക്കുക. നീ പറയ, ഞാൻ പറഞ്ഞിട്ടാണ് വേസ്റ്റ് വെക്കുന്നത്. ജിയോ ഇതൊന്നും മുറിച്ചതാ. എനിക്കൊന്നും അറിയത്തില്ല മുറിക്കാന്. ഒന്ന് ഹെൽപ്പ് ചെയ്യൂ. എനിക്കറിയത്തില്ല പറഞ്ഞില്ലേ. ഇങ്ങനെ വെച്ചാലോ? ഫസ്റ്റ് കിട്ടണം, ഒന്ന് ശരിയാക്കട്ടെ. എടാ, ഇപ്പൊ നമുക്ക് ഡെക്കറേറ്റ് ചെയ്യാൻ പുതിയൊരു സാധനം കൂടി എടുത്തിട്ടുണ്ട്. എന്തോ അത്? എന്താണെന്ന് എനിക്കറിയാം. അതേട്ടെ, ജെയിംസ്. ജെയിംസ് എന്ന് വെച്ചാൽ അണുക്കൾ എന്നാണ് അർത്ഥം. ജെംസ് അതാണ് ഞാൻ പറഞ്ഞത്. നമുക്ക് അപ്പത്തേക്ക് ഞാൻ ഈ ഡെക്കറേഷൻ ചെയ്യട്ടെ. ഐസ്ക്രീം എടുത്തു വേടാ. നീ ഇവിടെ നിൽക്കാണ്ട് ഐസ്ക്രീം എടുത്തോണ്ട് പോവാ. ചേട്ടാ, 2
പീസ് ആക്കാനല്ല ഷെഫ് പറഞ്ഞ. ചേട്ടന് എന്തോ പീസ് ഉണ്ടാക്കിക്കണം. എന്തോ അങ്ങനെ ഒരു പീസ് ഉണ്ടോ? അതെന്ത് ഇങ്ങനെയൊക്കെ കട്ട് ചെയ്തിരിക്കണ വൃത്തിയാവാതെ? എങ്ങനെയും കട്ട് ചെയ്യാം. ഇതെന്താ ചെയ്യണ? അവിടെ വെക്ക്. എനിക്ക് മുറിക്കാൻ തന്നില്ല. തരില്ല. ഇനി ഒരിക്കലും തരില്ല. മമ്മി റെസ്റ്റ് എടുത്തോളും. പിന്നെ എനിക്ക് രാവിലെ ഇരുന്നിട്ട് പഠിക്കണം, പിന്നെ സ്കൂളിൽ പോകണം, പിന്നെ എന്തൊക്കെ ജോലിയാ. ഇങ്ങനെ കുക്കിംഗ് മാത്രം ചെയ്താൽ പോരാ. മമ്മി പഠിച്ചു കഴിഞ്ഞിട്ടാണ് കുക്കിങ്ങിന് പോണേ. ഇഷ്ടം പോലെ ചെയ്തോ. ഇവിടെ നിൽക്കാതെ പോയി ഐസ്ക്രീം എടുത്തിട്ട് വാ. ഐസ്ക്രീമിന് പാത്രമുണ്ട്. രൂപാൻറ്റി പറഞ്ഞിട്ടില്ലേ നമ്മളോട് എന്തൊക്കെയാ ചെയ്യേണ്ടത്, എങ്ങനെ ചെയ്യേണ്ടത്? ഞാൻ നന്നായിട്ട് ചെയ്യാം. ഞാനത് ശ്രദ്ധിക്കാറുണ്ട്. സ്വീറ്റ് ആയിട്ടല്ലേ നമ്മളോടൊക്കെ പെരുമാറുന്നത്. എന്നിട്ട് ചന്ദനമഴയ്ക്കകത്ത് വലിയ രാക്ഷസീനെ പോലെയൊക്കെ അല്ലേ ചെയ്യുന്നത്. അത് ക്യാരക്ടറിന് വേണ്ടിയിട്ടല്ലേ. നമ്മളോട് നല്ല സോഫ്റ്റായി നല്ല അമ്മയുടെ പോലെയാണ് പെരുമാറുന്നത്. അപ്പൊ തൃഷ, നീ ഐസ്ക്രീം എടുത്തുകൊണ്ട് വരുമോ? ശരി. കള്ളത്തിനും ചെയ്താ വലിയ ഷേക്ക് പോലെ ഉണ്ടല്ലോ. ഇത് വെള്ളമായി പോവാ ചൂട് കാരണം. ഓ, ചൂടല്ലല്ലോ, ഇവിടെ AC അല്ലേ. ഇതെനിക്കും അറിയത്തില്ല. ആദ്യം ഡെക്കറേഷൻ ചെയ്യാം. ഞാൻ എടുക്കും. ഓറഞ്ചോ? ഞാൻ ജംസ് ഡെക്കറേറ്റ് ചെയ്യണോ? പിന്നെ വെറുതെ ഫാഷനിൽ ഇതെന്ത് കാണിക്കോ ഇവിടെ? ിനേക്കാൾ ഇൻഗ്രീഡിയൻസ് കട്ട് തിന്നുന്നതിലായിരുന്നു ഇവിടെ പലർക്കും താല്പര്യം. അലങ്കാര പണികൾ അലങ്കോല പണികളായപ്പോ ബനാന സ്പ്ലിറ്റിന്റെ കോലമാകം മാറി. കള്ളകൃഷ്ണനായ കൃഷ്ണമൂർത്തിയുടെ പല കുസൃതി തരങ്ങളും നമുക്കറിയാലേ. അവന്റെ മറ്റൊരു വിശേഷം കാണേണ്ടത് തന്നെയാണ്. കണ്ടു നോക്കൂ. ഇവനാണ് കൃഷ്ണമൂർത്തി. കണ്ട വെറും ഒരു പാവം തക്കിടുമുണ്ടൻ. പക്ഷെ കയ്യിലിരിപ്പ് അങ്ങനെയല്ല കേട്ടോ. കുട്ടിക്കലവറയിലെ കുറുമ്പുകൾക്കും പാചകത്തിനുമിടയിൽ അല്പം പ്രണയിക്കാനുള്ള സമയം കണ്ടെത്തുകയാണ് ഇപ്പൊ ഈ വിരുദൻ. അതിന്റെ ഭാഗമായി വെറുതെ വഴിയിലൂടെ പോയ ദിയമോളെ ഡാൻസ് ചെയ്യൂ എന്ന് പറഞ്ഞ് പതിയെ ട്യൂൺ ചെയ്ത് നോക്കുന്നുണ്ട് കക്ഷി. പക്ഷെ ദിയ കൃഷ്ണമൂർത്തിയുടെ ഈ നമ്പറിലൊന്നും വീഴുന്ന കക്ഷിയല്ല. നീ പോട ചെക്ക എന്ന് പറഞ്ഞ് ദിയ സ്ഥലം കാലിയാക്കി.
ഇപ്പുറത്ത് തന്നെ വിട്ടുപോയ കൃഷ്ണമൂർത്തിയെ തിരികെ പിടിക്കാൻ പഠിച്ച പണി 18 വയറ്റുകയാണ് പാവൻ ദേവനന്ദ. ലാസ്യ വശ്യഭാവങ്ങൾ ദേവനന്ദയുടെ മുഖത്ത് മിന്നി മറഞ്ഞെങ്കിലും കൃഷ്ണമൂർത്തിയെ തൃപ്തിപ്പെടുത്താൻ അതൊന്നും പോരായിരുന്നു. പ്രണയവും പരിഭവങ്ങളും മാത്രമായ